കല്യാണം, സൽക്കാരങ്ങൾ, മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ, പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്, വണ്ടൂർ. മണ്ഡലത്തിൽ വികസന പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ലെന്ന് ആരോപിച്ച് NDA നിലമ്പൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ MLA ആര്യടൻ ഷൌക്കത്തിന്റെ ഔദ്യോഗിക വസതിയിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. നിലമ്പൂർ ജ്യോതിപടിയിലെ BJP ഓഫീസിൽ നിന്നും പ്രകടനമായി എത്തിയ പ്രവർത്തകരെ നിലമ്പൂർ വനം ഓഫീസിന് മുൻപിൽ CI KS ബിനുവിന്റെ നേതൃത്വത്തിൽ പോലീസ് തടഞ്ഞു. ഈ മണ്ഡലത്തെ ജൂൺ മാസം മുതൽ നിലമ്പൂർ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത് ആര്യടൻ ഷൌക്കത്ത് MLA ആണ്. ദീർഘനാളത്ത് കുടുംബാധിപത്യപരമായ കോൺഗ്രസ് ഭരണത്തിന് കീഴിലായിരുന്ന നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ കാലാനുസൃതമായി യാതൊരു തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും ഉണ്ടായിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കോൺഗ്രസിന്റെ കൈകളിൽ എത്തപ്പെട്ട നിലമ്പൂർ നിയോജക മണ്ഡലത്തിന്റെ വികസനത്തിന് വേണ്ടി കോൺഗ്രസ് MLA യാതൊരുവിധ തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടില്ല. ഏറ്റവും കൂടുതൽ കാലം നിലമ്പൂർ നിയോജകമണ്ഡലത്തെ പ്രതികരിച്ച കോൺഗ്രസ് MLA നിലമ്പൂരിന്റെ അടിസ്ഥാന വികസന കാര്യങ്ങളിൽ യാതൊരു തരത്തിലുള്ള പ്രാധാന്യം നൽകി. വലിയ പോലീസ് സന്നാഹമാണ് ഒരുക്കിയിരുന്നത്. നേരിയ തോതിലുണ്ടായ സംഘർഷ സാധ്യത ഭാരവാഹികൾ ഇടപെട്ട് ഒഴിവാക്കി. ധർണ BJP സംസ്ഥാന വക്താവ് VP പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. എന്ത് ചെയ്താലും ഞങ്ങൾ ജയിക്കും. ഞങ്ങൾ വികസനം കൊണ്ടുവന്നാലും ഞങ്ങൾ ജയിക്കും. ഞങ്ങൾ വികസനം കൊണ്ടുവന്നില്ലെങ്കിലും ഞങ്ങൾ ജയിക്കും. ഞങ്ങൾ മണ്ഡലത്തിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്താലും ഞങ്ങൾ ജയിക്കും, ചെയ്തിട്ടില്ലെങ്കിലും ഞങ്ങൾ ജയിക്കും. ഒരുതരം രാഷ്ട്രീയപരമായ അടിമത്തത്തിൽ നിന്നും ജനങ്ങൾക്ക് മോചനം വരാത്തൊരവസ്ഥ, ഇത്തരത്തിലുള്ളൊരു അഹങ്കാരം നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരിൽ സൃഷ്ടിച്ചതാണ്. അത് നമ്മുടെ നാട്ടിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം കോൺഗ്രസിന്റെ ഒരു സർവാധിപത്യമായി 1970-കൾ വരെ കോൺഗ്രസിനെ ചോദ്യം ചെയ്യാൻ ആരുമില്ലായിരുന്നു. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഒരു കുടുംബം നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയായി അന്നുമാണ് ഇന്നുമാണ്. അവര് അങ്ങനെയാണ് ചിന്തിച്ചത്, എന്ത് ചെയ്താലും കോൺഗ്രസ് ചെയ്യും. എന്നാൽ 1967-ലും ചെറുതായിട്ടെങ്കിലും കോൺഗ്രസിനൊരു തിരിച്ചടിയുണ്ട്. 1977-ൽ കോൺഗ്രസിന് അതിശക്തമായ തിരിച്ചടിയുണ്ടായി. അതിനുശേഷം ഈ രാജ്യത്ത് കോൺഗ്രസിന് പല സ്ഥലങ്ങളിലും അവരുടെ പിന്തുണ, ജനകീയ അടിത്തറ നഷ്ടപ്പെട്ടു തുടങ്ങി. നെഹ്റു കുടുംബത്തിന്റെ പൊന്നാവരം കോട്ടകൾ ഓരോന്നായി പൊളിഞ്ഞു തുടങ്ങി. ഇന്ന് കോൺഗ്രസ് എന്ന് പറയുന്നത് സ്വന്തം കാലിൽ നിൽക്കാൻ ശേഷിയില്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയായി മാറി. കുറെ കാലമായി ഞങ്ങൾ എന്ത് ചെയ്താലും വിജയിക്കുമെന്ന അഹങ്കാരമാണ് UDF-നും LDF-നും കേരളത്തിലെ പല മണ്ഡലങ്ങളിലുമുള്ളതെന്ന് ഉദ്ഘാടകൻ കുറ്റപ്പെടുത്തി. BJP സംസ്ഥാന സമിതി അംഗം KC വേലായുധൻ അധ്യക്ഷത വഹിച്ചു. ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് PR ഇഷ്മിൽനാഥ്, ജില്ലാ ജനറൽ സെക്രട്ടറി ബിജു M സാമുവൽ, മേഖലാ ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് TK അശോക് കുമാർ, ജില്ലാ ഉപാധ്യക്ഷൻ സുധീഷ് ഉപ്പട, ജില്ലാ സെക്രട്ടറി സുനിൽ ബോസ്, നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് P ഗിരീഷ്, MT രമേശൻ നായർ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി PAK Gold and Diamonds. Most trusted gold. PAK Gold and Diamonds.